അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. എല്ലാ പ്രയാസങ്ങൾക്കും ഇതുപോലൊരു മരുന്ന് വേറെയില്ല. എന്ത് ദിക്റിയിലിട്ടും കാര്യമല്ല ഈ മരുന്ന് കഴിച്ചില്ലെങ്കിൽ. ഈ മരുന്ന് ക്ലിയറാകാതെ ഒരു ദിക്റും ഒരു നിസ്കാരവും ഒരു നോമ്പും ഒരമലും ഫലം ചെയ്യൂല. ഏതാണ് ആ മരുന്ന്? നമ്മളത് ഞായറാഴ്ച ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. കൽബിൻ്റെ കണ്ണുകൊണ്ട് റബ്ബുൽ ആലമീനായ തമ്പുരാനെ ദർശിക്കൽ, അവനെ തിരിച്ചറിയൽ. ആ തിരിച്ചറിയൽ ഉണ്ടെങ്കിൽ ലൈഫ് അടിപൊളിയാണ്. എന്നിട്ട് എന്ത് ദിക്റ് ചൊല്ലിയിട്ടും കാര്യമുള്ളൂ. അപ്പോൾ ആ മരുന്ന് എങ്ങനെ ഫലവത്താക്കും എന്ന് നമ്മളെല്ലാ ആഴ്ചയും പഠിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ തുടർച്ചയെന്നോണം ആ ക്ലാസ് നിങ്ങളൊന്ന് കേട്ട് നോക്കിക്കേ. നഫ്സമ്മാറയുടെ ചെളിക്കുഴിയിൽ കിടക്കണ നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാൻ എന്താണ് ചെയ്യേണ്ടത് മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് മറക്കാതെ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഏതായാലും ആ ക്ലാസ് നമുക്കൊന്ന് കേൾക്കാം. ഖുർആൻ 3 മനസ്സിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? നഫ്സ്, താഴെയുള്ളത് അമ്മാറ, മേലെ ലവ്വാമ, അതിന്റെ മേലെ മുത്മഇന്ന. ഈ നഫ്സ് അമ്മാറ എന്ന് പറഞ്ഞാൽ ചെളിക്കുഴിയാണ്, ഇല്ലേ? നമ്മൾ പറഞ്ഞൂലേ, ചെളിക്കുഴിയാണ്. ആ ചെളിക്കുഴിയിലാണ് നമ്മൾ കിടക്കണത്. ഈ ചെളിക്കുഴിയിൽ കിടന്നിട്ട് എത്ര നിസ്കരിച്ചാലും ആ നിസ്കാരത്തിന്റെ ഒരു വൈബ്, ഒരു സുഖം നമുക്ക് കിട്ടുമോ? കിട്ടൂല. പലരും ചോദിക്കുന്നുണ്ട്, ഉസ്താദേ നിസ്കരിച്ചിട്ടൊരു സുഖം കിട്ടണില്ലല്ലോ. നിസ്കാരം മിഅറാജുൽ മുഅ്മിൻ, മുഅ്മിൻ അള്ളാഹിനോടുള്ള സംസാരമാണ്. ഏത്? നിസ്കാരം. പക്ഷെ ഇന്ന് വരെ അള്ളാഹുമായിട്ട് വർത്താനം പറയണതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ എവിടെ കിടക്കേണ്ടത്? നഫ്സ്. ഉറക്കെ പറഞ്ഞു, എവിടെ കിടക്കണേ? അമ്മാറയില കിടക്കണേ. എന്നാൽ സ്വാലിഹീങ്ങളായ ആളുകൾ അവരൊക്കെ ഈ നഫ്സ് അമ്മാറയെ ഒതുക്കിയിട്ട് മേലോട്ട് വന്നവരാണ്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന് ഒരു കിതാബുണ്ട്. ആ കിതാബിന്റെ പേര് മആരിഫുൻ നുഫൂസ് എന്നാണ്. എന്താണ്? മആരിഫുൻ നുഫൂസ്. ഈ നഫ്സിന്റെ രഹസ്യങ്ങളാണ് അതിൽ പറയണത്. ഒരു മുഅ്മിനായ മനുഷ്യൻ മാനസികമായി വളർന്നാൽ 7 തട്ടുകൾ ഉണ്ട് എന്ന്. എത്ര തട്ടുകളാ? ഇപ്പൊ നമ്മൾ ഖുർആനിൽ 3 തട്ട് പറഞ്ഞില്ലേ? അപ്പൊ ഖുർആനിലെയും ഹദീസിലെയും ഈ പറഞ്ഞ വിഷയത്തെ കുറച്ചുകൂടെ വിശാലാക്കിയിട്ട് പറയാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു. ഇപ്പൊ നമ്മൾ നോമ്പ് പിടിച്ചു, റമളാനിൽ നോമ്പ് പിടിച്ചില്ലേ? ഇപ്പൊ നമ്മൾ മഗ്‌രിബ് നിസ്കരിച്ചില്ലേ? എന്ത് മാറ്റാ നമ്മളിൽ ഉണ്ടായത്? ഈ മഗ്‌രിബ് നിസ്കരിച്ചിട്ട് എൻ്റെ മനസ്സിലൊരു മാറ്റം ഉണ്ടായി എന്ന് ഉറപ്പുള്ള ഒരാൾ കൈവക്കാവോ? വേണ്ട, നിക്ക്. റമളാൻ മാസത്തിൽ ജുമയുടെ അവസ്ഥ എന്തായിരുന്നു നമ്മുടെ പള്ളിയിൽ? ഞാനിങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് പള്ളി മുഴുവൻ നിറഞ്ഞിട്ടുണ്ടാവും. റമളാൻ കഴിഞ്ഞു, ദുൽഹജ്ജും കഴിഞ്ഞ്, എല്ലാം കഴിഞ്ഞു. ഈ ആൾക്കാരൊക്കെ എവിടെ? മരിച്ചുപോയോ? മരിച്ചിട്ടില്ല. ഹത്തീബ് എന്നൊക്കെ ഞാൻ അറിയും. പിന്നെ എവിടെ പോയി എല്ലാവരും? അതെ, അതിന്റെ അർത്ഥം എന്താണ്? റമളാൻ നമുക്ക് ഗുണം ചെയ്തിട്ടില്ല. അതിന്റെ കാരണം നമ്മൾ എവിടെ കിടക്കണത്? അപ്പോഴും നഫ്സ് മാറായില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, നിസ്കാരം നിങ്ങളെ തെറ്റുകളിൽ നിന്ന് മാറ്റി നിർത്തും. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് 5 വഖത്ത് നിസ്കരിച്ചവർ പോട്ടെ, 4 വഖത്ത് നിന്ന് നിസ്കരിച്ചവരൊക്കെ ഒന്ന് കൈവക്കിയേ. 4 വഖത്ത് നിസ്കരിച്ചിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ളവരൊന്ന് കൈവക്കിയേ. മനസ്സുകൊണ്ട് പോലും ഒരു തെറ്റ് ചിന്തിച്ചിട്ടില്ല. ഇൻക്ലൂഡിങ് മീ. എനിക്കും പോക്കാൻ പറ്റൂല. കാരണം എന്തേ? നിസ്കാരം നമുക്ക് ഗുണം ചെയ്തിട്ടില്ല. അതിന്റെ കാരണം നമ്മൾ എവിടെ കിടക്കണേ? നഫ്സ്. അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ. മനുഷ്യ മനസ്സിന്റെ അടിസ്ഥാന ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്? തിന്മയെ പ്രേരിപ്പിക്കുക, തിന്മയെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ വേണ്ട, ഒരു കുഞ്ഞ് ജനിച്ചു, ഒരു കുഞ്ഞ്. ആ കുഞ്ഞിന് വാശിയും വൈരാഗ്യവും ദേഷ്യവും ഒക്കെ ആരെങ്കിലും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കണോ? വേണോ? അപ്പൊ നമ്മളെ കുട്ടിക്ക് ഒരു കളിപ്പാട്ടം മേടിച്ചു കൊടുത്തു. അപ്പുറത്തൊരു യത്തീമായ ഉള്ളയിപ്പുണ്ട്. ആ കൊച്ചു ചോദിച്ചു, എടാ എനിക്ക് തരുമോ കളിപ്പാട്ടം? പോടോ, ഇതെന്റെ വാപ്പി മേടിച്ചെന്നാണ്, നിനക്ക് തരൂല. ഈ ആർത്തിയും ഈ സംഗതിയൊക്കെ കുഞ്ഞിന് ആരെങ്കിലും ഒക്കെ ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തതാണോ? പിന്നെന്താണത്? എവിടെ ഉണ്ട്? ഇന്നൻ നഫ്സ
ലഅമ്മാറത്തും ബിസ്സൂ, മനുഷ്യന്റെ മനസ്സ് തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന സംഗതിയാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എവിടെ സത്യസന്ധരാകണം? ലാ ഇലാഹ ഇല്ലല്ലയിൽ. അങ്ങനെ സത്യസന്ധരായി നമ്മൾ ഈ നഫ്സ് അമ്മാറയിൽ നിന്ന് ഉയരുമ്പോ എത്തുന്ന സ്ഥലമാണ് ഏത്? നഫ്സ് ലവ്വാമ. നഫ്സ് ഇത് വിമർശക മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ കുറ്റപ്പെടുത്തുക, ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തുക, എന്നെ ചോദ്യം ചെയ്യാ. രാത്രിയാകുമ്പോഴത്തേക്ക് എടാ ഷാഫി നീ എന്തൊക്കെയാണ് ഇന്ന് ചെയ്തു കൂട്ടിയതെന്ന് എന്നെ വിമർശിക്കുന്ന ഒരു മനസ്സ് എനിക്ക് ഉണ്ടാവുക. ഇതാണ് നഫ്സുൽ ലവ്വാമ. പറഞ്ഞു മനസ്സിലായോ? അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച ചർച്ച ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ നഫ്സുൽ ലവ്വാമയിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ആ വിമർശക മനസ്സിൽ നിന്ന് ഉയർന്നാൽ എത്തുന്ന സ്ഥലമാണ് നഫ്സ് മുൽഹിമ. ഏതാണ്? മുൽഹിമ. എന്താണ്? അതാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നത്. നഫ്സിന്റെ പേരെന്താ? ഉറക്കെ പറയും മനുഷ്യന്മാരെ. നഫ്സ് മുൽഹിമ. എന്താ സംഗതി? ദിവ്യ പ്രചോദനം ഉൾക്കൊണ്ട മനസ്സ്. അതായത് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങൾ പറയുന്നുണ്ട്, ആ മനസ്സിന് അള്ളാഹുവിൽ നിന്ന് ഡയറക്ഷൻ കിട്ടും. ഇവൻ പഠിച്ച കാര്യങ്ങളൊക്കെ ചെയ്യും. പഠിച്ച കാര്യങ്ങൾ ഇവൻ ചെയ്യുമ്പോ പഠിക്കാത്ത കാര്യങ്ങൾ ഇവൻ ആരറിയിച്ചു കൊടുക്കും? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങൾ പറയുന്നുണ്ട്, മൻ അമില ബിമാ അലിമ അല്ലമഹുല്ലാഹു മാ ലം യഅലം. നീ ഇപ്പൊ അള്ളാഹിനെ കുറിച്ച് പഠിച്ചു, കലിമയെ കുറിച്ച് പഠിച്ചു. ആ കലിമയിൽ നീ സത്യസന്ധമായി ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോ നീ അറിയാത്ത സംഗതി നിന്റെ കൽബിൽ അള്ളാഹ് ഇങ്ങനെ തോന്നിപ്പിച്ചു തരും. അതിനാണ് ഇൽഹാം എന്നൊക്കെ പറയാം. ഇൽഹാം. അള്ളാഹിന്റെ സ്വാലിഹീങ്ങൾക്ക് കൽബിൽ അള്ളാഹ് ഇട്ടുകൊടുക്കുന്ന സംഗതിയുടെ പേരെന്താണ്? ഇൽഹാം. ഇൽഹാം. ഇപ്പൊ ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാൻ ഉണ്ട്, മറിയം ഉണ്ട്. ഇവരൊക്കെ അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളാണ്, ഇല്ലേ? സ്വാലിഹാത്തുകളാണ്. ഇവരുടെ കൽബിലുള്ള അള്ളാഹ് കൊടുക്കുന്ന ആ ദിവ്യബോധനത്തിന്റെ പേരെന്താണ്? ഇൽഹാം. ആ മനസ്സിനാണ് നഫ്സ് മുൽഹിമ എന്ന് പറയുന്നത്. അവിടെ നിൽക്കണില്ല. ഇപ്പൊ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു? ഏറ്റവും അടിത്തറ കിടക്കണ മനസ്സേതാ? നഫ്സ്. ഉറക്കെ പറയും നഫ്സ്. അതിന്റെ മേലെ ലവ്വാമ, അതിന്റെ മേലെ നഫ്സ് മുൽഹിമ. അവിടെ നിൽക്കണില്ല. അവിടെ നിന്ന് നമ്മൾ ഉയർന്നു ചെല്ലുന്ന മനസ്സാണ് നഫ്സ് മുത്തുമഇന്ന. നഫ്സ് അതേതാ? ശാന്തിയുടെ മനസ്സ്. ഭൂമി കുലുങ്ങിയാലും എനിക്കൊരു പ്രശ്നമില്ല, എന്റെ റബ്ബ് എന്ത് വിധിച്ചിട്ടുണ്ടോ അത് നടക്കും. ഇതിപ്പോ എന്നെ ബാധിക്കുന്നൊരു വിഷയമല്ല, അല്ലേ? അത് സ്വന്തം കുഞ്ഞു മരിച്ചു കിടക്കുമ്പോഴാണെങ്കിലും അൽഹംദുലില്ലാ. കാരണം ഞാൻ ബഹളം ഉണ്ടാക്കിയത് കൊണ്ട് എന്റെ ഉള്ള എണീറ്റ് വരുമോ? അള്ളാഹു എല്ലാവർക്കും ദീർഘായുസ് കൊടുക്കട്ടെ. ഞാൻ ബഹളം ഉണ്ടാക്കിയത് കൊണ്ട്, ഞാൻ ടെൻഷൻ അടിച്ചത് കൊണ്ട് വിധി മാറി മറിയോ? അള്ളാഹ് വിധിച്ചത് എന്താണോ അവിടെ സമാധാനത്തോടെ നിൽക്കുക. ഇതാണ് നഫ്സ്. ഉറക്കെ പറയും നഫ്സ് മുത്തുമഇന്ന. അവിടെ നിൽക്കണില്ല. അവിടെ നിന്ന് ഉയരുന്ന മനസ്സാണ് നഫ്സ് റാളിയ. സലിമ പറയും എന്താണ് നഫ്സ് റാളിയ എന്ന് പറഞ്ഞ? എന്താ? തൃപ്തിയുടെ മനസ്സ്. റബ്ബുൽ ആലമീനായ അല്ലാഹു എന്ത് തന്നാലും തൃപ്തിപ്പെടുന്ന മനസ്സ്. എന്റെ റബ്ബ് എനിക്കെന്താണോ തന്നത് അത് തൃപ്തിപ്പെടുക. ക്ഷമിക്കലല്ല. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞു അത് കടിച്ചു പിടിച്ച് നിൽക്കലാണ് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ. ഇത് തൃപ്തിപ്പെടുക. ഇങ്ങനെ ഇത് തൃപ്തിപ്പെടുക, അല്ലേ? നമ്മുടെ ഒരു സഹോദരി തന്ന കത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ? അത് എന്റെ രോഗം മാറാതിരിക്കാൻ ദ്വാരക്കണം. ആ രോഗത്തിൽ അവർ തൃപ്തിപ്പെടുക. കാരണം ഈ രോഗത്തിലൂടെ എനിക്ക് ആരെ കാണാൻ പറ്റുന്നുണ്ട്? ഇതാണ് നഫ്സ് റാളിയ. ഇനി നമ്മൾ അങ്ങനെയാണോ? നമ്മൾ സന്തോഷത്തിന് തൃപ്തിപ്പെടും, സങ്കടത്തിലോ? അപ്പൊ സന്തോഷത്തിലും സങ്കടത്തിലും ഒരുപോലെ അള്ളാനെ തൃപ്തിപ്പെടുന്ന മനസ്സ്, ആ ലെവലിലേക്ക് എത്തുന്നതിന്റെ പേരെന്താണ്? നഫ്സ് റാളിയ എന്നാണ്. അവിടെ തീർന്നില്ല. അത് എത്രാമത്തെ? അഞ്ചാമത്തെ. ഇനി ആറാമത്തത് നഫ്സ് മർലിയ. നഫ്സ് അള്ളാനെ നമ്മൾ തൃപ്തിപ്പെട്ട് കഴിയുമ്പോൾ നമ്മളെ ആര് തൃപ്തിപ്പെടും? അള്ളാഹ് തൃപ്തിപ്പെടും. റളിയല്ലാഹു അൻഹും വറളു അൻ. അവരല്ലാഹനെ തൃപ്തിപ്പെട്ടപ്പോ അള്ളാഹ് അവരെയും. ഇത് വൺ വേ ലൈനൊന്നുമല്ല, വൺ സൈഡ് ലവ് ആണോ ഇത് ഡ്യുവൽ സൈഡാ. അങ്ങോട്ട് തൃപ്തിപ്പെടുമ്പോ അള്ളാഹ് നമ്മളെയും തൃപ്തിപ്പെടും. അവിടെ നിന്നും ഉയരുന്ന ഒരു മനസ്സുണ്ട്. ഏഴാമത്തേത് അത് അന്നഫ്സുൽ കാമില. എന്തൊക്കെ നല്ല ഗുണങ്ങളുണ്ടോ ആ ഗുണങ്ങളെല്ലാം മേളിച്ച മനസ്സ്. അന്നഫ്സുൽ കാമില. ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു. വെറുതെ പറഞ്ഞാൽ പോരാ, പണിയെടുക്കണം. നഫ്സ് മാറി മറിയണം. അപ്പൊ ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞേ?
പ്രകൃതിയാ മോശം മനസ്സ്, അതാണ് നഫ്സ് അമ്മാറ. അതിന്റെ മേലെ വിമർശക മനസ്സ്, നഫ്സ് ലവ്വാമ. അതിന്റെ മേലെ അള്ളാഹു ദിവ്യ ബോധനം നൽകുന്ന മനസ്സ്, നഫ്സ് മുൽഹിമ. നഫ്സ് മുൽഹിമ. അതിന്റെ മേലെ ശാന്തിയുടെ മനസ്സ്, അതേതാ? നഫ്സ് മുത്തുമഇന്ന. അതിന്റെ മേലെ നഫ്സ് റാളി, അല്ല എന്ത് തന്നാലും തൃപ്തിപ്പെടുന്ന മനസ്സ്. അതിന്റെ മേലെ നഫ്സ് മർലിയ, അല്ല നമ്മളെ തൃപ്തിപ്പെടുന്ന മനസ്സ്. അതിന്റെ മേലെ അന്നഫ്സുൽ കാമില, പരിപൂർണനായൊരു മനുഷ്യനായി മാറാണ്. അവിടെ എത്തിയാൽ എല്ലാം കിട്ടും, ദുനിയാവും കിട്ടും, ആഖിറവും കിട്ടും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നലിൽ ഹസനതി ളിയാഅൻ ഫിൽ വജ്ഹി വന്നൂറൻ ഫിൽ ഖൽബി വസഅതൻ ഫിർ റിസ്ഖി വമഹബ്ബതൻ ഫീ ഖുലൂബിൽ ഖൽഖ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ സ്വഹാബിയാണ്. അതായത് മാനസികമായി ഒരാൾ സംസ്കരിക്കപ്പെട്ടു, നഫ്സ് അമ്മാറയിൽ കിടക്കണവനല്ല, നഫ്സ് അമ്മാറയിൽ നിന്ന് ഉയർന്നു വന്ന് സംസ്കരിക്കപ്പെട്ടിട്ട് ഒരു മനുഷ്യൻ നന്മ ചെയ്താൽ എന്താ സംഭവിക്കുക? ളിയാഅൻ ഫിൽ വജ്ഹി, അവന്റെ മുഖത്ത് അല്ലാഹു ഒരു വെളിച്ചം കൊടുക്കും. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് വെളിച്ചം കൊടുക്കും. അപ്പൊ ദുനിയാവിൽ എന്ത് കിട്ടും? മുഖത്തൊരു പ്രകാശം കിട്ടും. ഇത് ആർക്ക് കിട്ടുള്ളൂ? നഫ്സ് അമ്മാറയിൽ നിന്ന് ഉയർന്നു വന്നിട്ട്, ഇല്ലേ, ആ മോശം മനസ്സിൽ കിടന്നിട്ട് എന്ത് നിസ്കരിച്ചാലും വലിയ കാര്യമുണ്ടോ? ഞാൻ എത്ര തല കുത്തി മറിഞ്ഞിട്ടും എന്റെ മുഖത്തൊരു തെളിച്ചം മഞ്ഞില്ലല്ലോ എന്ന്. എന്തേ കാരണം? കിടക്കണത് എവിടെ? അമ്മാറയില. അമ്മാറയിൽ നിന്ന് ഉയർന്നു വന്നിട്ട് നീ ഒന്ന് നിസ്കരിച്ചു നോക്കിയേ, ആ നിസ്കാരത്തിന്റെ ഫലമായി നിന്റെ മുഖത്ത് വെളിച്ചുണ്ടാകും. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. കറുപ്പോ വെളുപ്പോ നിറമൊന്നുമല്ല ഇവിടെ വിഷയം. കറുത്താലും വെളുത്താലും ചില ആഫ്രിക്കക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ, മുഖത്ത് എന്തൊരു ഈമാനായിരിക്കും അല്ലേ? ളിയാഅൻ ഫിൽ വജ്ഹി, അവിടം കൊണ്ട് തീരുന്നില്ല, വന്നൂറൻ ഫിൽ ഖൽബി, ഹൃദയത്തിലൊരു പ്രകാശം. അവന് പിന്നെ ടെൻഷനില്ല. നഫ്സ് അമ്മാറയിൽ നിന്ന് ഉയർന്നു വന്ന് അള്ളാഹുവിന് വേണ്ടി അമല് ചെയ്യണവനാണെങ്കിൽ അവന് ടെൻഷൻ ഉണ്ടോ? അവൻ എന്റെ ഹൃദയത്തിൽ പ്രകാശമാണ്, വേറൊരു പ്രകാശത്തെ തേടിപ്പോകേണ്ടതില്ല. വസഅതൻ ഫിർ റിസ്ഖി, അവന് വിഭവങ്ങളിൽ അള്ളാഹു വർധനവ് കൊടുക്കും. കച്ചവടമാകട്ടെ എവിടെ ആകട്ടെ അവന് ടെൻഷൻ ഉണ്ടാവൂല. അവനൊരു വല്ലാത്ത ബറക്കത്ത് കിട്ടും, ഒരു ഇടുക്കുണ്ടാവൂല. ബറക്കത്ത് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, ഒരുപാട് ഉണ്ടാകലാണോ? ഉള്ളതിൽ പടച്ചോനങ്ങ് സമാധാനം കൊടുക്കും. വമഹബ്ബതൻ ഫീ ഖുലൂബിൽ മുഅ്മിനീൻ, അള്ളാഹു ഇഷ്ടപ്പെട്ട സജ്ജനങ്ങളുടെ മനസ്സിൽ അവനോട് എന്തുണ്ടാവും? സ്നേഹം ഉണ്ടാകുമെന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. എന്നാലോ വഇന്ന ലിസയ്യിഅ സവാദൻ ഫിൽ വജ്ഹി, ഈ നഫ്സ് അമ്മാറയിൽ കിടന്നിട്ട് നിങ്ങൾ അമലുകൾ ചെയ്യുമ്പോൾ മുഖം കറുക്കുക ചെയ്യാം. യഥാർത്ഥത്തിൽ നഫ്സ് അമ്മാറയിൽ കിടന്നിട്ട് നിസ്കരിക്കാന്ന് പറയുന്നത് പടച്ചോനെ കളിയാക്കണതിന് പോലെയാണ്. അവന്റെ മുഖം കറുക്കും. വദുൽമതൻ ഫിൽ ഖൽബി, അവന്റെ ഹൃദയത്തിൽ ഇരുട്ട് പരക്കും, ഭയങ്കര ടെൻഷനായിരിക്കും. എത്ര നിസ്കരിച്ചിട്ടും ടെൻഷൻ മാറണില്ല. എന്താണോ പള്ളിയിലോട്ട് വരാത്തത്? ഭയങ്കര ടെൻഷനാണ് ഉസ്താദെ, നിസ്കരിക്കാൻ തോന്നുന്നില്ല. ടെൻഷൻ മാറാനാണ് നിസ്കരിക്കാൻ പറഞ്ഞത്. നമ്മൾ നിസ്കരിച്ചിട്ടും എത്ര തഹജ്ജുദ് നിസ്കരിച്ചിട്ടും നമുക്ക് ടെൻഷൻ മാറണില്ല. അതിന്റെ കാരണം നമ്മൾ എവിടെ കിടക്കണേ? നഫ്സ് അമ്മാറയിൽ കിടക്കാൻ. അതുപോലെ തന്നെ വനഖസം ഫിർ റിസ്ഖി, ഭയങ്കര കുട്ടിസാണ്. എന്തൊക്കെ ചെയ്തിട്ടൊരു ബറക്കത്തില്ല, വീട്ടിൽ സമാധാനമില്ല. ബറക്കത്ത് എന്ന് പറയുന്ന സംഗതി ആസ്വദിക്കാൻ പറ്റണില്ല. ഇങ്ങനെ ടിങ്ങി 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 പോവാണ്. അത് മാത്രല്ല വബുഗ്ളൻ ഫീ ഖുലൂബിൽ ഖൽഖ്, അല്ലാഹ് ഇഷ്ടപ്പെടുന്നവരുടെ ഖൽബിൽ അവനോട് വെറുപ്പായിരിക്കും. അള്ളാഹു സ്വീകാര്യത കൊടുക്കില്ല. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. അപ്പൊ ആത്മീയമായ പുരോഗതി കൊണ്ട് രണ്ട് ലോകത്തും ഗുണം കിട്ടുമെന്ന് പറയാൻ വേണ്ടി ഞാൻ ആ സംഭവം ഉദ്ധരിച്ചു എന്നേ ഉള്ളൂ. രണ്ട് ലോകത്തും ഗുണം, ആത്മീയമായി നമ്മൾ ഉയരണം എന്നാണ് അല്ലേ? ഇസ്ലാം ഭയങ്കര മധുരമുള്ള സംഗതിയാന്നേ. ചില ആളുകൾ പറഞ്ഞു വെക്കുന്നത് പോലെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ സംഗതിയൊന്നുമല്ല. ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ. ഈമാൻ വേണം, വിശ്വാസം ക്ലിയർ ആകണം, എന്നിട്ട് ഇസ്ലാം, എന്നിട്ട് വേണം കർമ്മങ്ങൾ ചെയ്യാൻ. അപ്പൊ നമ്മൾ ഇഹ്സാനിലേക്ക് എത്തിക്കും. അതിന്റെ വലിയ ആഴങ്ങളിലേക്ക് ഞാൻ പോണില്ല, സിമ്പിളായിട്ട് ഇഹ്സാനിലേക്ക് എത്തിക്കും. എന്താണ് ഇഹ്സാൻ? ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹസൻ, ഇഹ്സാൻ എന്നൊക്കെ പറഞ്ഞാൽ മനോഹരമായത് എന്നാണ്. എന്താണ് ഈ മനോഹരമായത് എന്നുള്ളതിന്റെ മലയാള അർത്ഥം? മലയാളം അതിന്റെ ഒന്നുകൂടെയുള്ള അർത്ഥം എന്താ? മനസ്സിന് ഹരം പകരുന്നത്, മനസ്സിന്. അപ്പൊ ഈമാൻ ക്ലിയർ ആയാൽ, ഇസ്ലാം ക്ലിയർ ആയാൽ നമ്മൾ എത്തുന്നത് ഇഹ്സാനിലാണ്. അപ്പോ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സകാത്ത്, സ്വതക്ക, എല്ലാ അമലും മനസ്സിന് ഹരമുള്ളതാകും. സ്വതക്ക ചെയ്യാം, കൊതിച്ചിട്ടങ്ങട് ഒരു മനുഷ്യൻ അങ്ങോട്ട് ഹദിയുമ്പോഴേക്കും മനസ്സിൽ സന്തോഷം അങ്ങോട്ട് നിറയും. എടങ്ങേറായിട്ട് കൊടുക്കല്ല, അവർ ഇഹ്സാനിലെത്തിയിട്ടില്ല. ഹരം കൊണ്ട് സ്വതക്ക ചെയ്യുന്ന എത്ര പേരുണ്ട്? ഒന്ന് കൈ വെക്കാവോ? ഹരം മൂത്തിട്ട് സ്വതക്ക ചെയ്യുന്നവർ
മനസ്സിൽ കൈവക്കിയാൽ മതി, പുറത്ത് കണ്ട. കാരണം ഇതിലൊരു സന്തോഷം, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ, എന്റെ റബ്ബിന് വേണ്ടി ചെയ്യാൻ കൊതി അല്ലെ. നിസ്കരിക്കുമ്പോൾ കിട്ടുന്നൊരു വല്ലാത്ത സന്തോഷം. ഞാനിത് എന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് വർത്തമാനം പറയാൻ ഓടിച്ചെല്ലാണ് അല്ലെ. ലോകത്തിന്റെ അധികാരിയുടെ മുമ്പിൽ, ലോകം പടച്ചോന്റെ മുമ്പിൽ, സ്രഷ്ടാവിന്റെ മുമ്പിൽ, എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ പോയി നിൽക്കുകയാണ്. എനിക്കതിന് പടച്ചോൻ അവസരം തന്നേക്കാം. ഓടിച്ചില്ല, കൊതിയോടുകൂടെ നിസ്കരിക്കാം. ഇത് 5 വക്കത്ത് പടച്ചോൻ വിധിച്ചു പോയില്ലേ, നിസ്കരിക്കാണ്ട് പറ്റൂലല്ലോ എന്ന് കരുതിയിട്ടല്ല, കൊതി, ആഗ്രഹം. ഇതാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. ഈ മക്കാമിലേക്ക് എത്താൻ നഫ്സ് അമ്മാറയിൽ നിന്ന് പടപൊരുതണം സയ്യിദുനാ റസൂലുള്ളാഹ്. അല്ലാതെ എത്ര നമ്മൾ ശാസ്ത്രീയ മേഖലയിൽ മാത്രം പുരോഗതി പ്രാപിച്ചുകൊണ്ടൊന്നൊരു കാര്യമില്ല. ശാസ്ത്രത്തിന് എതിര് പറയല്ല. ഇപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ശാസ്ത്രീയമായി ഇത്ര വലിയ പുരോഗതിയിൽ നമ്മൾ എത്തി, എന്നിട്ട് നമ്മൾ എന്താ ചെയ്തത്? ഇപ്പൊ പുരോഗതി ഒരുപാടില്ല. ഇപ്പൊ നമ്മൾ ഗൂഗിൾ എടുത്താൽ വേണ്ടതൊക്കെ സിമ്പിളായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടും, വേണ്ടാത്തതും കിട്ടും, ഇല്ലേ? കിട്ടൂലേ? എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ് ഒരുപാടുണ്ട്. ഇനി വേറെ ഏത് മേഖല, നിർമ്മാണ മേഖല എടുക്കുക എക്സാമ്പിൾ. പണ്ട് ഒരു 1000 പേര് അധ്വാനിക്കേണ്ടത് ഇന്ന് വളരെ ചുരുങ്ങി 50 പേരിലേക്കായി. കാരണം ബാക്കിയൊക്കെ മെഷീൻസ് ചെയ്തു. ശരി, ഇത്രയൊക്കെ ശാസ്ത്രീയമായി ആ മേഖലകളൊക്കെ ഔന്നിത്യം പ്രാപിച്ചിട്ടും മനുഷ്യൻ അതുകൊണ്ട് വിജയിച്ചോ തോറ്റോ? ഇപ്പൊ ദുനിയാവിൽ നമ്മൾ 2 സംഗതികൾക്ക് പ്രാമുഖ്യം കൊടുക്കും. ഒന്ന് ആയുസ്സാണ്, മറ്റേത് ആരോഗ്യമാണ്. ഈ രണ്ടും കൂടിയോ കുറഞ്ഞോ ശാസ്ത്രം വലുതായപ്പോ? ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ആദം നബിയുടെ വയസ്സ് എത്രയായിരുന്നു? ആദം നബി എത്ര കൊല്ലം ജീവിച്ചു? 1000 കൊല്ലം ജീവിച്ചു. നൂഹ് നബി എത്ര കൊല്ലം ജീവിച്ചു? 1000 ചില്ലാനും ജീവിച്ചു. ഹൂദും സ്വാലിഹും അലൈഹിം അസ്സലാം 100 കണക്കിന് വർഷങ്ങൾ ജീവിച്ചു. ഇവരുടെയൊക്കെ ആയുസ് ശരിക്കും ശാസ്ത്രീയമായി നമ്മളിങ്ങനെ ഉയർന്നു വരുമ്പോ ഈ ആയുസ് കൂടുതലല്ലേ വേണ്ടത്. പക്ഷെ നമുക്ക്, എൻ്റെ ഉമ്മത്തിന്റെ ആയുസ് 60-ന്റെ 70-ന്റെ ഇടയിലായിരുന്നു മുഹമ്മദ് മുസ്തഫ. ഇനി ആരോഗ്യം കൂടിയോ കുറഞ്ഞോ? ഹോസ്പിറ്റലുകൾ കൂടുകയാണോ കുറയാണോ? പറഞ്ഞ കൂടുകയാണോ കുറയാണോ? അത് ആരോഗ്യം കൂടുന്നതിൻ്റെയോ കുറയുന്നതിൻ്റെയോ എന്തിൻ്റെ തെളിവാത്? പണ്ട് ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എറണാകുളത്ത് ഇപ്പോൾ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ സെൻ്റർ ഉണ്ട്, ഒരു മെഡിക്കൽ ട്രസ്റ്റ് ഉണ്ട്, ഇല്ലേ? പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ കുറിച്ച് പറയണത്. പിന്നെ ഇച്ചിരി പൈസ ഉള്ളവന് പോകാൻ ഒരു ലക്ഷോറും ഉണ്ട്. ഇന്നിപ്പോൾ അങ്ങനെയാണോ? ഇന്നിപ്പോൾ എൻ്റെ രാജഗിരി ഉണ്ട്, മറ്റതുണ്ട്, മറിച്ചതുണ്ട്, ഒരുപാട് ഹോസ്പിറ്റൽസ്. എന്തിൻ്റെ അടയാളാണത്? മനുഷ്യൻ ആരോഗ്യപരമായി താഴേക്കോ മേലേക്കോ? അങ്ങോട്ടാ പോണേ? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ്, അതായത് മനുഷ്യൻ സ്രഷ്ടാവിനെ മറന്ന് നഫ്സ് അമ്മാറയുടെ ചതിക്കുഴിയിൽപ്പെട്ട് മോശത്തരങ്ങൾ ചെയ്യുമ്പോൾ ഇല്ലാ ഫശാ ഫീഹിം അത്വാഊൻ വൽ ഔജാഉ അല്ലതി ലം തകുൻ ഫശത് ഫീ അസ്ലാഫിഹിം. സയ്യിദുനാ റസൂലുള്ളാഹ് അള്ളാഹനെ മറന്നിട്ട് നഫ്സ് അമ്മാറയിൽ കിടന്ന് ഇങ്ങനെ നമ്മൾ തിളക്കുമ്പോ, തോന്നിവാസങ്ങൾ ചെയ്യുമ്പോ നമ്മൾ ഇന്ന് വരെ കേൾക്കാത്ത പകർച്ചവ്യാധികളെ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പൊ ഇന്ന് പകർച്ചവ്യാധികൾ കൊണ്ട് ഇപ്പൊ നമ്മൾ കേൾക്കാത്ത കൊറോണ നമ്മൾ കേട്ടു, പനിയൊക്കെ പണ്ട് കാരണന്മാര് പനിയാണ് കേട്ടതെങ്കിൽ നമ്മൾ നിപ്പ കേട്ടു, പനി തിരിച്ചിട്ടു നമ്മൾ, ഇല്ലേ? നിപ്പയാക്കി. ഇപ്പൊ ഈ സംഗതികളൊക്കെ കാരണന്മാര് കേട്ടിട്ടുണ്ടായോ? ഇതൊക്കെ നമ്മൾ കേൾക്കാൻ എന്തേ കാരണം? നഫ്സമ്മാറയുടെ ചതിക്കുഴിയിൽ നിന്ന് ഉയരാൻ നമ്മൾ ശ്രമിക്കണില്ല. നമ്മൾ അവിടെ കിടന്ന് തെമ്മാടിത്തരങ്ങൾ ചെയ്യുമ്പോൾ കാരണവന്മാർ കേൾക്കാത്ത മാരകമായ പകർച്ചവ്യാധികൾ കൊണ്ട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും. സയ്യിദുനാ റസൂലുള്ളാഹ്. ഇപ്പൊ പറഞ്ഞു വന്നത്, ഒരു മനുഷ്യന്റെ പുരോഗതിക്ക് വേണ്ടത് ശാസ്ത്രം വേണ്ടെന്നൊന്നുമല്ല കേട്ടോ. അതുകൊണ്ട് ഏറ്റവും മേലെ വെക്കരുത്, അവിടെ ആത്മീയത വെക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ആത്മീയ വഴിയിലൂടെ ചലിച്ചാൽ മാത്രമേ മനുഷ്യന് രക്ഷ ഉണ്ടാവുള്ളൂ എന്നാണ്. അമ്മാറയിൽ നിന്ന് പുറത്തു കടക്കണം. എല്ലാ മാലിന്യങ്ങളും കൽബിൽ നിന്ന് നീക്കണം. അമ്മാറയിൽ എന്തൊക്കെ മാലിന്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞേ? ഒരു മാലിന്യത്തിന്റെ പേര് പറഞ്ഞേ. സമ്പാദ്യം എന്നുള്ളത് ഇല്ലേ? ആർത്തിയാണ് മാലിന്യം. സമ്പാദ്യം നല്ലതാണ്. അസൂയ അല്ലെ? പിന്നെ അഹങ്കാരം, പിശുക്ക്, ഇതൊക്കെ എവിടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞേ? അമ്മാറയിലുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം. ഈ അമ്മാറയിൽ നിന്ന് നമ്മൾ പുറത്തു കടന്നില്ലെങ്കിൽ നമ്മളെ മുഴുവൻ അമലും വേസ്റ്റാണ്. ഒരു വൈറസ് തിന്നു തീർക്കുന്നത് പോലെ നമ്മുടെ കർമ്മങ്ങളെ അമ്മാറയിലെ ഈ വൈറസുകൾ തിന്നു തീർക്കും. സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരട്ടെ. അഹങ്കാരം എങ്ങനെയാ വൈറസ് ആകുന്നത്? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി അടുത്തൊരു ഹദീസ് നമ്മൾ എല്ലാവരും കേട്ടതാണ്. അഹങ്കാരം ഒരു അണുമണി തൂക്കം നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ, എത്ര? ഒരു അണു നമ്മൾ നേരിട്ട് നോക്കിയാൽ കാണോ? അത് മൈക്രോസ്കോപ്പിലൂടെ തന്നെ നോക്കണം, എന്നാലേ കാണുള്ളൂ, അല്ലേ?
അത്രയും അഹങ്കാരം നിന്റെ കൽബിലുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ പരിമളം പോലും കിട്ടൂല സയ്യിദുനാ റസൂലുള്ളാഹ്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ പടച്ചോന്റെ സിഫത്താണ്. അള്ളാന്റെ കസേരയിൽ നമ്മൾ കയറിയിരിക്കാൻ നോക്കി നമ്മളെ തട്ടി താഴത്തേക്ക് ഇടൂലേ? ഞാനെന്ന ഭാവം ആർക്കേ പറ്റുള്ളൂ? നൊറക്കെ പറഞ്ഞ ആർക്കേ ഉള്ളൂ? മുത്തക്കബ്ബിർ, അഹങ്കാരി ആര് മാത്രാണ്? അഹങ്കരിക്കാൻ ഒരു അവകാശം ഉണ്ടെങ്കിൽ അത് ആർക്ക് മാത്രാണ്? അള്ളാഹ്ക്ക് മാത്രാണ്. ബാക്കിയൊക്കെ നമ്മുടേതായിട്ട് വല്ലതുണ്ടോ? ഞാനെന്ന് ഭാവിക്കാൻ മാത്രം. അതിപ്പോ മൊയ്ലിയാരുടെ അടുത്തുണ്ട്, എല്ലാവരുടെ അടുത്തുണ്ട്. ഞാനത്ര തരക്കേടില്ല എന്ന് എന്റെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നഫ്സ് അമ്മാറയുടെ ചതിക്കുഴിയിൽ കിടക്കണവനാണ്. ആ ഒരു ചിന്ത നമ്മുടെ മുഴുവൻ അമലുകളെയും കരിച്ചുകളെയും. സ്വർഗത്തിന്റെ ഗന്ധം, ആ പരിമളം ആസ്വദിക്കാൻ അവന് കഴിയില്ല. ഷഫീഉനാ റസൂലുള്ളാഹ്. ഇനി മറ്റൊരു ചതിക്കുഴി നമ്മുടെ ഉസ്താദ് പറഞ്ഞില്ലേ, അൽ ഹസദ്, ഒരു വൈറസാണ് അസൂയ. എന്താ അസൂയ എന്ന് പറഞ്ഞാൽ? ഞാനും അവന് ഒരുമിച്ച് പണിക്കിറങ്ങിയതാണ്, എന്നാ അവന്റെ ലെവല് നോക്കിയാൽ ഞാൻ കിടക്കണത് എവിടെയാണ്? ഈ സംഗതിയാണെന്ത്? യഥാർത്ഥത്തിൽ അവന് ഉയർച്ച കൊടുത്തത് ആരാണ്? അല്ലേ? അവനും ഞാൻ ഒരുപോലെയാണ് പണിയെടുത്തത്, പക്ഷെ അവന്റെ പണിയാണ് ഉയർച്ചക്ക് കാരണം. ആരാണ് അവനെ ഉയർത്തിയത്? അപ്പൊ ശരിക്കും ഇവന്റെ ദേഷ്യം ആരോടാണത്? അതുകൊണ്ട് അൽ ഹസദു യഅ്കുലുൽ ഹസനാത്ത് കമാ തഅ്കുലുൻ നാർ അൽ ഹതബ്. അസൂയ മുഴുവൻ കർമ്മങ്ങളെയും ശാപ്പിടും, തിന്നുകളയും. തീ വിറക് തിന്നുന്നത് പോലെ സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പൊ നഫ്സ് അമ്മാറയിൽ ഈ സംഗതികളൊക്കെ വെച്ചുകൊണ്ട് നിസ്കരിച്ചാൽ ആ നിസ്കാരങ്ങളെല്ലാം വേസ്റ്റാണ്. അത് നമ്മളെ നരകത്തിലേക്ക് എത്തിക്കും. സ്വർഗത്തിന്റെ പരിമളം പോലും തരൂല സയ്യിദുനാ റസൂലുള്ളാഹ്. നന്നാകാൻ തീരുമാനിച്ചോ? നഫ്സിനോടും ചോദിച്ചേ, നന്നാകൂടാന്ന് ചോദിച്ചേ. നന്നാകാൻ തീരുമാനിച്ചോർന്ന് കൈ നോക്കിയേ. അൽഹംദുലില്ലാഹ്. എന്നാലും പ്രശ്നമാണ്. ഒരാൾ നന്നാകാൻ തീരുമാനിച്ചു നോക്കാം, തൗബയൊക്കെ ചെയ്ത് റെഡിയായാലും 4 ശത്രുക്കൾ അവന്റെ മുമ്പിൽ ഉണ്ടാവുന്ന വിടൂലല്ലേ മനുഷ്യനെ, അല്ലേ? നന്നാകാൻ തീരുമാനിച്ച് തൗബ ചെയ്യാൻ തുനിഞ്ഞാലും 4 ശത്രുക്കൾ മുമ്പിൽ ഉണ്ടാകും. ഇന്നി ബുലിതു ബി അർബഇ യർമീനനി ബിസിഹാമി ഖൗസിൻ മാലഹാ തഫ്തീറാ. 4 ശത്രുക്കൾ അവനെ വിടാതെ പിന്തുടരും. ഒന്ന് ഇബ്ലീസ് അവന്റെ പിന്നാലെ കൂടും. എത്രയൊക്കെ തൗബ ചെയ്ത് നന്നാകാൻ ശ്രമിച്ചാലും വിടാതെ പിന്നാലെ കൂടും. ആര്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. മരിക്കാൻ നേരത്ത് ഒരു കടലിലെ മുഴുവൻ വെള്ളം കുടിച്ചാലും തീരാത്തത്ര ദാഹം നമുക്കുണ്ടാവും. ആ സമയത്ത് പാനപാത്രവുമായിട്ട് ശപിക്കപ്പെട്ട ഇബ്ലീസ് വരും. അവിടെ കാവലുണ്ടാകണോ? നഫ്സ് അമ്മാറയിൽ നിന്ന് പുറത്ത് കിടക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തെ ശത്രു ദുനിയാവാണ്. അവളിങ്ങനെ ദുനിയാവ് നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നല്ല സുന്ദരിയായിട്ട് വന്ന് നിൽക്കും. ദുനിയാവ് നമ്മളെ കുതിപ്പിക്കും. അത് പണത്തിന്റെ രൂപത്തിലും പല രൂപത്തിലും. ദുനിയാവിന്റെ ചതി, അതാണ് രണ്ടാമത്തെ ശത്രു. മൂന്നാമത്തത് നഫ്സാണ്. നഫ്സ് എന്നാണ് നമ്മൾ പറഞ്ഞത്, ഇല്ലേ? നഫ്സിന്റെ ഘട്ടങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. നഫ്സ് അമ്മാറ, അതാണ് ശത്രു. നാലാമത്തത് പോലെ വറ, മനുഷ്യരിലെ തെമ്മാടിക്കൂട്ടങ്ങൾ. മനുഷ്യരിലെ തെമ്മാടികൾ, അല്ലേ? ഇന്നിപ്പോ നമുക്ക് വേണമെങ്കിൽ ഫാസിസ്റ്റുകൾ അങ്ങോട്ട് വെച്ചു കൊടുക്കാം. മനുഷ്യരിലെ തെമ്മാടികൾ. ഇതിൽ ഏറ്റവും വലിയ ശത്രു ആരാണ്? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ്. നഫ്സാണ്. നിന്റെ ഏറ്റവും വലിയ ശത്രു നഫ്സാണ്. ഫന്നഫ്സു അഹ്ബസു മിൻ 70 ശൈത്വാനാ. നമ്മുടെ മനസ്സ് 70 പിശാചുക്കളെക്കാൾ വൃത്തികെട്ടതാണ്. 70 പിശാചുക്കളെക്കാൾ മോശമായ മനസ്സും കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. ആ മനസ്സിനെ ശുദ്ധീകരിച്ചില്ലെങ്കിൽ ദുനിയാവിലും സമാധാനം കിട്ടൂല, ആഖിറത്തിലും സമാധാനം കിട്ടൂല. അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നഫ്സ് അമ്മാറയുടെ മേലെ ലവ്വാമ. പഠിക്കണ്ടേ നമുക്ക്? അടുത്ത ആഴ്ച നമുക്ക് ഇൻഷാ അല്ലാഹ് അതിനെ കുറിച്ച് അള്ളാഹു തൗഫീഖ് ചെയ്താൽ ചർച്ച ചെയ്യണം. നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറല്ലേ? അള്ളാഹു നമ്മുടെ കൽബ് ശുദ്ധിയാക്കി തരട്ടെ. ആ ശുദ്ധിയായ കൽബോടുകൂടെ റബ്ബുൽ ആലമീനെ തിരിച്ചറിഞ്ഞ് അവനെ ഇബാദത്ത് ചെയ്ത് അവനെ ആസ്വദിക്കാൻ കാരുണ്യവാനായ നാഥൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ എല്ലാവർക്കും സംഗതി പിടികിട്ടിയില്ലേ? അപ്പോൾ ഈ നഫ്സമ്മാറയുടെ ചളിക്കുഴിയിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള മരുന്നുകളൊക്കെ പ്രയോഗിച്ചിട്ട് അമലുകൾ ചെയ്താലേ ആ അമല് കൊണ്ട് സന്തോഷവും സമാധാനവും ഫലവും നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ആഴ്ച നമുക്ക് വേണമെന്നുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അല്ലാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ബാധിച്ചപ്പോൾ
അത് ബാത്തിലാക്കാൻ അള്ളാഹു ഇറക്കിയ 2 സൂറത്ത്. ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹ് ബറക്കത്ത് ചെയ്യട്ടെ. അത് സൂറത്തുൽ ഫലക്കും നാസുമാണ് അല്ലേ. അള്ളാഹു ഹൈർ നൽകട്ടെ. ഇന്നത്തെ ചോദ്യം സിമ്പിളാണ്. ആദ്യ ഹിജ്റക്ക് നേതൃത്വം നൽകിയ സ്വഹാബി ആരാണ്? പേര് കമൻറ്റ് ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. വിശദമായ ദുആയൊന്നും ഇപ്പോഴില്ല. ഇന്നിപ്പോൾ വലിയൊരു ക്ലാസ് കഴിഞ്ഞതല്ലേ. എല്ലാവരുടെയും മുറാദുകൾ അല്ലാഹു ഹാസിലാക്കട്ടെ. ഇപ്പോൾ കൃത്യം 7:30 മണിക്ക് തിങ്കളാഴ്ച രാവിൻ്റെ മജ്ലിസ് ഉണ്ട്. എല്ലാവരും അതിൽ പങ്കെടുക്കുക. എല്ലാവരുടെയും മനസ്സിലുള്ള പ്രയാസങ്ങളെല്ലാം നീക്കട്ടെ. ഏതൊരു സങ്കടമാണോ കമൻറ്റ് ചെയ്തിട്ടുള്ളത്, ഏതൊരു സങ്കടം മനസ്സിൽ വെച്ചുകൊണ്ടാണോ ഈ സദസ്സിൽ പങ്കെടുത്തിട്ടുള്ളത്, ആ സങ്കടങ്ങളൊക്കെ മാറ്റി അള്ളാഹു റാഹത്തായ ജീവിതം നൽകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.